എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഓണസദ്യക്ക് വിളമ്പാൻ പറ്റിയ 2 തരം അച്ചാറാണ് കാണിക്കുന്നത്. ഒന്ന് വെള്ളനാരങ്ങ അച്ചാറും പിന്നെ മിക്സഡ് അച്ചാറുമാണ്. മിക്സഡ് അച്ചാർ എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, ഈന്തപ്പഴം, മാങ്ങ, നാരങ്ങ ഇതെല്ലാം ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അച്ചാറുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം കാണിക്കുന്നത് വെള്ളനാരങ്ങ അച്ചാറാണ്. കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4 വെളുത്തുള്ളിയുടെ കുടം വലുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ചുവന്ന മുളക്, അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഫ്രഷാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ ഒരു 5 എണ്ണം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് പേരിന് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നാരങ്ങ ഒരു 10 ദിവസം മുമ്പ് സ്റ്റീമറിൽ ഒന്ന് ആവി കയറ്റി ചൂടാറി കട്ട് ചെയ്ത് ഒരു ഭരണിയിൽ കുറച്ച് ഉപ്പും വിനാഗിരിയോട് ചേർത്തിട്ട് ഒരു 10 ദിവസം ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നാരങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 20 നാരങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ മൂത്ത് വന്നപ്പോൾ നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് നല്ലപോലെ ആ എണ്ണയിലൊന്ന് വഴറ്റിയിട്ടതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി, ആവശ്യത്തിനുള്ള വിനാഗിരി. അപ്പോൾ അത് പുളിയുടെ അനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ആറിയത് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ ലാസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് വറുത്ത ഉലുവ ആ പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഭരണിയിലോ കുപ്പിയിലോ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ. ഓണസദ്യക്ക് ഈ ഒരു വിഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മിക്സഡ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു 5 വെളുത്തുള്ളിയുടെ കുടം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 പച്ചമുളക്, ഒരു 4-5 ചുവന്ന മുളക്, കറിവേപ്പില, ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബീട്രൂട്ടും ക്യാരറ്റും ആണ്. ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ എണ്ണയിൽ ഒരു 3-4 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. 3-4 മിനിറ്റ് നേരം നമുക്ക് ഈ എണ്ണയിൽ തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 10 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 നാരങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഒരു വലിയ സ്പൂണ് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിൻ്റെ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ
അപ്പോൾ ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചെനച്ച മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഴുത്ത മാങ്ങ, ഒരു ചെനച്ച മാങ്ങയും ഒരു പച്ച മാങ്ങയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ഇടുന്ന വീഡിയോ പോയി, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ചെനച്ച മാങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് പൊടിച്ച ഉലുവയും കടുകുമാണ് കേട്ടോ. അതൊരു 3/4 ടീസ്പൂൺ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വറുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉലുവയും കടുകും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള 2 അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഓണ വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.